അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ജീവിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിക്കുന്നത്. ആരൊക്കെ എത്ര നല്ലവരായി അഭിനയിച്ച് കാണിച്ചാലും കാലം അവരുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തും. എല്ലാം ഉള്ളപ്പോൾ കൂടെ നിന്നവരേക്കാൾ ഒന്നുമില്ലാത്തപ്പോൾ കൂടെ നിന്നവരെ വിശ്വസിക്കാം. കാരണം അവർ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ സൗഹൃദം മാത്രമാണ്. തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാനാണ് പ്രയാസം. ആത്മാർത്ഥത കൂടിപ്പോയവരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തോറ്റുപോയിട്ടുള്ളത്. ഇത്രയും കാലത്തിനിടയിൽ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയും വസ്തുവും സ്ഥിരമല്ല. പലരും വരും, അതിൽ സന്തോഷിക്കാനും പാടില്ല. പലതും നഷ്ടപ്പെടും, അതിൽ സങ്കടപ്പെട്ടിരിക്കാനും പാടില്ല. ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് കാതുകൾ കൊടുക്കുക. നല്ല കാഴ്ചകൾ കാണിച്ചു തരുന്നവർക്ക് കണ്ണുകൾ കൊടുക്കുക. നമ്മളെ പൂർണ്ണമായി അറിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് മാത്രം സ്നേഹം കൊടുക്കുക. അടുത്ത നിമിഷം ഈ ജീവൻ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്ത നമ്മൾ എന്തിന് ദുഃഖവും പ്രയാസവും ആലോചിച്ച് സങ്കടപ്പെട്ട് ജീവിതം തീർക്കണം? നമുക്ക് ലഭിച്ച സന്തോഷങ്ങളെ ഓർത്ത് ജീവിക്കുക. എത്ര തന്നെ ആത്മാർത്ഥമായ ബന്ധമായാലും അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം തിരിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസാരിക്കാനോ തർക്കിക്കാനോ വാദിക്കാനോ നിൽക്കരുത്. നിങ്ങൾ വേദനയോടെയാണെങ്കിലും മൗനമായി അവിടെ നിന്ന് മാറിക്കൊടുത്തേക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത്. അയാളേക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറയുക. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത്. അറിവിൻ്റെ ശക്തിയിൽ ഒരു വ്യക്തിയെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും. ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്കും നമ്മുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. നിങ്ങളുടെ സത്യസന്ധത ആരുടെയും മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയുമില്ല. അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് നമ്മുടെ വില കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത്. ഒരു തുറന്ന പുസ്തകം പോലെ പെരുമാറിയിട്ടും അതിലെ ഒരു താളുപോലും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും സങ്കടപ്പെടരുത്.